ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ നമ്മൾ SBCIDയുടെ അപേക്ഷയൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയോ? നമ്മൾ ശരിയായ ട്രാക്കിലാണോ ഇപ്പോൾ പഠിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും സിലബസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു സിലബസ് വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണ്, നമ്മൾ വൈഡായിട്ട് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ ടോപ്പിക്കും കവറപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സിലബസിനെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നതാണ്. അപ്പോൾ ആദ്യപടി എന്താണ്, ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നത്. അപ്പോൾ നമുക്ക് ഇനി SBCIDയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളിലേക്ക് ഒന്ന് പോവാം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു സ്ലൈഡ് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് സിലബസ് മനസ്സിലാക്കുക, നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. അത് നിങ്ങൾ ഒരു സോഫ്റ്റ് കോപ്പി അല്ല, ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണ്, നമുക്കതിൽ മാർക്ക് ചെയ്ത് പോകാം, ഏതൊക്കെ സെക്ഷൻസ് കവറപ്പ് ചെയ്തു എന്നൊക്കെ അതിൽ തന്നെ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസിൽ ഏതൊക്കെ ടോപ്പിക് ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന സിലബസിന് ഊന്നൽ കൊടുക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സിലബസ് കൊണ്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു പഠനത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, സിലബസ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. അത് നിങ്ങൾ സമയബന്ധിതമായിട്ട് തന്നെ ചെയ്യണം. അതായത് നമുക്ക് എക്സാം ഡ്യൂറേഷൻ എത്ര സമയമാണോ, 1 മണിക്കൂർ 15 മിനിറ്റാണ് എക്സാം ഡ്യൂറേഷൻ എങ്കിൽ അതേപോലെ തന്നെ വേണം ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ആൻസർ കീ അനലൈസ് ചെയ്യുമല്ലോ, എത്ര തെറ്റ് എത്ര ശരി, എന്താണ് ഇവിടെ തെറ്റാൻ കാരണം. അങ്ങനെ എന്ത് ചെയ്യുക, ആ ദിവസം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവുക. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്, ഇപ്പം ഏതിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ സ്പോർട്സിലൊക്കെയാണ് ഒളിമ്പിക്സ്, എന്തായാലും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ അത് കറക്റ്റായിട്ട് സേവ് ആയിക്കോളും. ഇനി അടുത്തത് എന്താണ്, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ഇത് നമ്മൾ മോക്ക് ടെസ്റ്റ് എന്തിനൊക്കെയാണ് ചെയ്യേണ്ടത്, ഒന്ന് മാത്സ്, ടെസ്റ്റ് ഓഫ് റീസണിങ്, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, ഈ എല്ലാ സെഷൻസിനും എന്ത് ചെയ്യണം, നമ്മൾ ഡെയിലി പരിശീലിക്കണം. ഡെയിലി പരിശീലിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഉത്തരം കിട്ടും, രണ്ടാമത്തെ എന്താണ്, നമുക്ക് സ്പീഡ് വർദ്ധിക്കും. അതിനാണ് മോക്ക് ടെസ്റ്റ്. ഇപ്പം മാത്സ് നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ എന്തിൽ നിന്ന് നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്സുകളൊക്കെ നമുക്ക് ധാരാളം കിട്ടും. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് കൂടും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, മാത്സ്, ടെസ്റ്റ് ഓഫ് റീസണിങ്, ഇംഗ്ലീഷ്, മലയാളം, ആ ഒരു സെഷൻസ് അങ്ങനെ കവറപ്പ് ചെയ്യുക. അതുപോലെ ഹിസ്റ്ററി, ജിയോഗ്രഫി, സിവിക്സ് അങ്ങനത്തെ സെഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യുക, PYQs ചെയ്തിട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് എന്താണ്, ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പഠനത്തിന് വേണ്ടി, ഇപ്പം ചിലർ ജോലി ചെയ്തുകൊണ്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക, ചിലർ വേറെ എന്തെങ്കിലും പഠിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയും PGക്ക് പഠിക്കുന്ന കുട്ടിയും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നുകിൽ പഠനത്തിന് വേണ്ടി അല്ല ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ എന്തായാലും എല്ലാവരും മുഴുകിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു കുറച്ച് സമയം ഈ ഒരു പഠനത്തിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നിശ്ചിത സമയം ഡെയിലി, അതായത് രാവിലെ ഞാനൊരു 2 മണിക്കൂർ ഈ ഒരു പഠനത്തിന് വേണ്ടി മാറ്റിവെക്കും, രാത്രി ഒരു 2 മണിക്കൂർ, അങ്ങനെ ഒരു 4 മണിക്കൂർ ഒരു ദിവസം മാറ്റിവെക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ 6 മണിക്കൂർ ഒരു പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അങ്ങനെ പിന്നെ ചില വീട്ടമ്മമാരുണ്ടാവും, അതായത് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വീട്ടിൽ ഒരു ജോലിക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ നിൽക്കുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ സമയം എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണികൾ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവും. എന്നിരുന്നാലും അവരെ ഫ്രീ ടൈം എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു 6 മണിക്കൂർ അല്ലെ 7 മണിക്കൂർ പഠനത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മികച്ച രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ സാധിക്കും. പിന്നീടോ നമ്മൾ ആനുകാലികം, അതായത് കറണ്ട് അഫെയർസിന് ഊന്നൽ കൊടുക്കണം അല്ലേ. കറണ്ട് അഫെയർസിൽ എന്ത് ചെയ്യുക, ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഷോർട്സ് ആയിട്ടും അല്ലെ YTയിലൊക്കെ ഡെയിലി കറണ്ട് അഫെയർസ് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മിൻറ്റ് തന്നെ എല്ലാ ദിവസവും കറണ്ട് അഫെയർസ് നല്ല രീതിയിൽ തന്നെ, അതായത് എന്താ പറയുക, ക്വസ്റ്റ്യൻ ആൻസർ പോലെയും അതുപോലെ അല്ലാതെ
YT യൂട്യൂബിൽ വീഡിയോസായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാലും ഡെയിലി നടക്കുന്ന ആനുകാലിക സംഭവങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അത് എന്ത് ചെയ്യുക, അത് കുറിച്ച് വെക്കുക, നോട്ടായിട്ട് തന്നെ വെക്കുക. അത് ഡെയിലി ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് നിങ്ങൾ പഠിക്കണ്ട. ഡെയിലി ഒരേ കാര്യം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ മൈൻഡിൽ സേവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായി, കുറച്ചും കൂടി എഫക്റ്റീവായി അല്ലേ, നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ എന്ത് ചെയ്യുക, ആനുകാലിക വിഷയങ്ങൾ എന്ത് ചെയ്യുക, ഇന്നൊരു 5 or 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പം വായിച്ചു പോയിട്ടുണ്ടാവുക. നാളെ എന്ത് ചെയ്യും, ഈ 10ൻ്റെ കൂടെ അടുത്ത 10 നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യുക, ഈ എഴുതുന്നതും വായിക്കുക, കൂടാതെ പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ എഴുതി പോവുക. ഒരു 2023 മുതൽ 2025 വരെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി പോവുക. അപ്പോൾ SBCIDയുടെ ബാച്ച് ജൂൺ 10 മിനിറ്റ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LJ002 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിഡക്ഷനോട് കൂടി ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജൂൺ 10 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ടോപ്പിക്കിനെ കണക്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിലിംസ് എക്സാം. ഏതിന്, SBCID സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻസിൻ്റെ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസാണ് ഇത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ജനറൽ നോളേജ് എന്ന് പറയുന്നതിന് സബ് ഡിവൈഡ് ചെയ്ത് ഹിസ്റ്ററി എന്ന് പറയുന്ന പാർട്ടിന് 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ജിയോഗ്രഫിക്ക് 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, സിമ്പിൾ അരിത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്ക് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ PYQs ചെയ്യുകയാണ്. ഡെയിലി ഒരു PYQ സെറ്റ് നമ്മൾ ഡിഗ്രി ലെവലിൻ്റെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സ് TR എന്ന് പറയുന്ന ഈ ഒരു സെഷൻസ്, ഈ 3നും കൂടിയുള്ള 50 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലെ അതിൻ്റെ 5. സോ 55 മാർക്ക് എന്ത് ചെയ്യും, PYQ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ ഒരു ഇത് റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളം, ജനറൽ ഇംഗ്ലീഷ്, സിമ്പിൾ അരിത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്ന് പറയുന്ന സെഷൻസ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഈ 4 നമ്മൾ എങ്ങനെ ചെയ്യണം, PYQs ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 55 മാർക്ക് ഇതിൽ നിന്ന് ഉറപ്പിക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ഒരു കട്ട് ഓഫ് നിങ്ങൾ എപ്പോഴും 70-75ൻ്റെ മേലെ പ്രതീക്ഷിച്ചിട്ട് വേണം പഠിക്കാൻ. 75 എങ്കിലും കട്ട് ഓഫ് ആയിരിക്കും എന്നുള്ള ആ ഒരു ഈ കട്ട് ഓഫ് 75 ആയിരിക്കും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. അപ്പോൾ ഈ മാക്സിമം PYQ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 55 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പിന്നെ എന്താണ്, പിന്നെ ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഈ ഒരു സെഷൻസ് നിങ്ങൾ PYQ ചെയ്തിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്നും മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷനെയും എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഓപ്ഷൻ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നിരിക്കുന്നത്, അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഓപ്ഷനിലെ ഓരോരോ വ്യക്തികളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കി നിങ്ങളതായ രീതിയിൽ ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു മാർക്ക്, മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ തയ്യാറെടുക്കാൻ സാധിക്കും. കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പ്രാഥമിക ഘട്ടമായ പ്രിലിംസ് എക്സാം അല്ലേ നല്ല രീതിയിൽ തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ കുറച്ചും കൂടി ഹയർ ആയിട്ടായിരിക്കും എന്ത് വരിക, മെയിൻസിൽ വരിക. അപ്പം ഇതെന്ത് ചെയ്യുക, അടിത്തറ നന്നായിട്ട് തന്നെ ഉറപ്പിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു സെഷൻ നോക്കാം. എങ്ങനെയാണ്
അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഹിസ്റ്ററി എന്ന് പറഞ്ഞു. ഹിസ്റ്ററിയിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, ജോഗ്രഫിയിൽ എന്തൊക്കെ, അതിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതാ ജനറൽ നോളജ് എന്ന് പറയുന്ന ഹിസ്റ്ററിയിൽ 10 മാർക്കാണെന്ന് പറഞ്ഞല്ലോ. ഹിസ്റ്ററിയിൽ കേരള എന്ന് പറയുന്നൊരിതുണ്ട്. കേരള ഹിസ്റ്ററി പഠിക്കണം. അതുപോലെ എന്ത് ചെയ്യണം, ഇന്ത്യൻ ഹിസ്റ്ററിയും പഠിക്കണം, വേൾഡ് ഹിസ്റ്ററിയും പഠിക്കണം. അപ്പോൾ അതിലെന്തൊക്കെ ഊന്നൽ കൊടുക്കണം. ഇവിടെ തുടങ്ങുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസിലാണ് കേരള ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് തുടങ്ങിയിട്ട് നമ്മുടെ എന്ത് വരുന്നു, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956 അതുവരെയാണ് എന്തെന്ന് കേരള ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലോ അതിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്, അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മുതൽ എന്ത് വരുന്നത്, പിന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ആ ഒരു സെഷൻസൊക്കെ ആണ് എന്തിൽ വരുന്നത്, ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലോ നമ്മുടെ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് മുതൽ പിന്നെ മറ്റ് നമ്മുടെ എന്താ പറയുക UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അതുവരെയാണ് എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, വേൾഡ് ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് മൊത്തം പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക, PYQs വെച്ചിട്ട് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് മെമ്മറിയിൽ നല്ല രീതിയിൽ തന്നെ ഓർക്കാനും പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഇനി ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിക്ക് 5 മാർക്കാണ്. അതിലെന്തൊക്കെയാണ് ബേസിക്സ് ഓഫ് ജിയോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അതൊക്കെയാണ് ആ ബേസിക്സ് സെഷൻസിൽ വരുന്നത്. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഓരോന്നും എന്താ പറയുക, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, അങ്ങനെ എന്താ പെനിൻസുലാർ, കോസ്റ്റൽ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചറൽ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, അങ്ങനെ എന്താ പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ഒരു വൈഡായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് കേരള ഹിസ്റ്ററി, അപ്പോൾ അതും എന്താണ് ഓരോന്നും ഡിസ്ട്രിക്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നുണ്ട്, കേരള ഹിസ്റ്ററിയിലും വരുന്നുണ്ട്. അടുത്തത് എന്താണ് എക്കണോമിക്സിൽ എന്താണ് 5 മാർക്കാണ്. അപ്പം ഇവിടെ തുടങ്ങുന്നു നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം, അവിടെ തുടങ്ങിയിട്ട് എന്തിൽ ഇതാകുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്, അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക, SBCIDയുടെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ്, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് തന്നെയാണ് SBCIDയുടെയും പ്രിലിംസിൻ്റെത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് അത് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അതുപോലെ സിവിക്സ് ആണെങ്കിൽ നോക്കിയേ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മുതൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സൽ ഡാറ്റ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സിവിക്സ് എന്ന സെഷൻസ് ഫോളോ ചെയ്യേണ്ടത്. അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മുതൽ എന്താണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ സെഷൻസ് വരെയാണ് എന്തിൽ വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു സെഷൻസിൽ 10 മാർക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലെന്തൊക്കെയാണ് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, വ്യക്തികൾ ആരൊക്കെയാണ്, കലാകാരന്മാരാരൊക്കെയാണ്, എഴുത്തുകാരാരൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷൻസിൽ നോക്കേണ്ടത് അല്ലേ. അതായത് എഴുത്തുകാരാണെങ്കിൽ അവരുടെ തൂലികാനാമങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോകണം. ഇനി സ്പോർട്സ് ആണെങ്കിൽ എന്താണ്, ഓരോരോ കായിക ഇനത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ആരൊക്കെയാണ്, അവർ ഏത് കായിക ഇനത്തിനാണ് വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള അവാർഡാണ് ഓരോന്നിനും കിട്ടുന്നത്, അങ്ങനെ. അതുപോലെ എന്താ പറയുക, സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പല പദങ്ങളുണ്ട്, അത് ഏതൊക്കെയാണ് എന്നൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ പഠിക്കണം. അതുപോലെ ഒളിമ്പിക്സ് കൃത്യമായിട്ട് നോക്കണം. പാരാലിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ നോക്കണം. കൂടാതെയുള്ള മറ്റ് പല ഗെയിംസ് ഉണ്ട് അല്ലേ, കോമൺവെൽത്ത്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, അതുപോലെ ഏഷ്യൻ ഗെയിംസ് മുതലായ മറ്റ് പല ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അതുപോലെ സാഹിത്യത്തിലാണ് നമ്മൾ പറഞ്ഞത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന്, അവരുടെ ആദ്യ കൃതികൾ, അതിൻ്റെ കർത്താവ് ആര് എന്നൊക്കെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുപോലെ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവരുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, അതുപോലെ കഥാപാത്രങ്ങൾ, കൃതികൾ. കഴിഞ്ഞ നമ്മുടെ എക്സാം ഉണ്ടായിരുന്നല്ലോ, അതിൽ
ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എം ടിയുടെ 4 മെയിനായിട്ടുള്ള പുസ്തകങ്ങളും അതിലുള്ള കഥാപാത്രങ്ങളും. ഇതിൽ ഈ കഥാപാത്രം, അതായത് യോജിക്കാത്തത് ഏത് എന്ന രീതിയിലാണ് ഇപ്പം ചോദിക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് പഠിച്ചു പോയപ്പോൾ അതിനെപ്പറ്റി തന്നെ നോട്ടായിട്ട് തന്നെ പഠിക്കണം. അതായത് എം ടിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നും അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആയിരിക്കണം, അതിലെ എന്താ പറയേണ്ട പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഓരോന്നിലും ആരാണെന്ന് മനസ്സിലാക്കണം. ഇതിപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പോലെയാണ് പറഞ്ഞത് എം ടി എന്ന്. അതുപോലുള്ള മറ്റു പല പ്രധാനപ്പെട്ട എഴുത്തുകാരന്മാരുണ്ടാവും, അവരുടെ പ്രധാനപ്പെട്ട ഒരുപാട് കൃതികളുണ്ടാവും. പാശാൻ്റെ ഒക്കെ ഒരുപാട് കൃതികളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിലെ പ്രധാനപ്പെട്ട എന്തിനെ പറ്റിയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക? ഒരു ചെറിയ നോട്ട്സ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ എന്താണ്? പ്രശസ്തമായ വരികൾ അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. മാറ്റുവിൻ ചട്ടങ്ങളെ, ഇത് ആരുടെ കൃതിയാണ്? അല്ല, ഇത് ഈ വരികൾ ആരുടേതാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട അതുപോലത്തെ വരികൾ, ഇപ്പോൾ വള്ളത്തോളിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രൈക്ക് ചെയ്യുന്ന വരികൾ ഏതൊക്കെയാണ്, ആശാൻ്റെ പ്രധാനപ്പെട്ട ഒരു വരികൾ, പിന്നെ വൈലോപ്പിള്ളിയുടെ, അങ്ങനെ പല എഴുത്തുകാരന്മാരുടെ പ്രധാനപ്പെട്ട വരികൾ കൂടി, അതായത് ഫേമസ് ആയ വരികൾ ഒന്ന് നോക്കിപ്പോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ, അതുപോലെ ജ്ഞാനപീഠം നോക്കണം. കാരണം എന്താണ്? മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കൊക്കെയാണ്, ഏത് വർഷത്തിലാണ്? പിന്നെ ഇപ്പോഴാണ് ജ്ഞാനപീഠം എന്ത് ചെയ്യുന്നത്? അവരുടെ സമഗ്ര സംഭാവനയ്ക്കായിട്ട് കൊടുക്കുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു ജ്ഞാനപീഠം കിട്ടിയിരിക്കുന്നത്? ഒരു കൃതിയുടെ പുറത്തായിരുന്നു അല്ലേ? ജി ശങ്കരക്കുറുപ്പിന് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ പുറത്താണ് കിട്ടിയിരിക്കുന്നത്. തകഴിക്കും അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എം ടി മുതൽ ഇങ്ങോട്ട് എന്താണ്? അവരുടെ സമഗ്ര സംഭാവന, സാഹിത്യത്തിന് അവർ നൽകിയിരിക്കുന്ന സമഗ്ര സംഭാവനകൾക്കനുസരിച്ചാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യത്തെ 3 പേർക്ക് ഏത് എഴുത്തിനാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കണം. മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജ്ഞാനപീഠം റിലേറ്റ് ചെയ്തിട്ട്, അതായത് കറണ്ട് അഫയേഴ്സ്, അതായത് 2024 ആർക്ക് കിട്ടി, 2023 ആർക്ക് കിട്ടി, 2022 ആർക്ക് കിട്ടി, അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അവർ ഏത് അതായത് ഇപ്പം ചിലർക്ക് എന്ത് ചെയ്യുക? ബംഗാളി റൈറ്റർ ആയിരിക്കും, ചിലർ എന്തായാലും ഹിന്ദി റൈറ്റർ ആയിരിക്കും അല്ലേ? അങ്ങനെ ഏതിലാണ് അവർ അവരുടെ കൃതികൾ എഴുതുന്നതെന്നും കൂടി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും, അതും എന്ത് ചെയ്യണം? നോക്കണം. അത് സാഹിത്യത്തിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സംസ്കാരം എന്താണ്? കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇതൊക്കെയാണ് നമ്മൾ ഏതിൽ നോക്കേണ്ടത്? സംസ്കാരം എന്ന സെഷൻസിൽ നോക്കേണ്ടത്. ഇനി കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു സെഷനുണ്ട്. അതിൽ എത്ര മാർക്കാണ്? 5 മാർക്കാണ്. അപ്പോൾ അതിലെന്തൊക്കെ നോക്കണം? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയുണ്ട്? ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, നെറ്റ്വർക്ക്സ് ഉണ്ട്, അതുകൂടാതെ സൈബർ ലോസ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന സെഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 5 മാർക്കാണ്. ഇതിലെന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം എന്തിലാണ് മെയിൻ ആയിട്ടുള്ള പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒന്ന് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, അതിലാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ എന്താണ്? പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസ്, അതിനാണ് മെയിനായിട്ട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി മാത്സ് ആണെങ്കിലോ, മാത്സിന് 20 മാർക്ക്. അതിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 10 മാർക്കും അതുപോലെ മെൻ്റൽ എബിലിറ്റിക്ക് 10 മാർക്കും. ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത് ഏതൊക്കെയാണ്? ബേസിക്സ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, പിന്നെ എന്താണ്? ഫ്രാക്ഷൻസും ഡെസിമൽ നമ്പേഴ്സും, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് കോമ്പണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ. ഇത്രയും സെക്ഷൻസ് ആണ് എന്തിൽ വരുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെഷൻസിൽ വരുന്നത്. ഇനി താഴെ നോക്കിയാൽ മെൻ്റൽ എബിലിറ്റിയിൽ ഏതൊക്കെയാണ് വരുന്നത്? സീരീസ്, ഏതൊക്കെ? ലെറ്റർ സീരീസ്, നമ്പർ സീരീസ്, ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നീടോ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് അല്ലേ, അത് വന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുക? സ്ഥാനനിർണയം, അതുപോലെ അനലോഗി, അത് ഏതൊക്കെ വരുന്നുണ്ട്? വേർഡും ആൽഫബറ്റും നമ്പറും വരുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുക? ഓഡ് മാൻ ഔട്ട്,
അതുപോലെ പിന്നീട് എന്താ കോഡിങ്, ഡീകോഡിങ്, ഫാമിലി റിലേഷൻ, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ ആൻഡ് ക്ലറിക്കൽ എബിലിറ്റി. ഇത്രയുമാണ് എന്ത് വരുന്നത്, മാത്സും TR കൂടി വരുന്നത്. ഇനി അടുത്ത് നോക്കിയാൽ അറിയാം ജനറൽ ഇംഗ്ലീഷ്. ജനറൽ ഇംഗ്ലീഷ് എന്താണ്, 2 സെഷൻസ് ആയിട്ടാണുള്ളത്. ഒന്ന് ഗ്രാമർ പോർഷനും ഒന്ന് വെക്കാബുലറി പോർഷനും. അങ്ങനെയാണ് മാർക്ക് എന്ത് ചെയ്യുന്നത്, സബ് ഡിവൈഡ് ചെയ്യുന്നത്. അടുത്തത് മലയാളം. മലയാളം നോക്കിയാൽ അറിയാം എത്ര മാർക്കിൻ്റെതാണ് മലയാളം, 10 മാർക്കിൻ്റെ മലയാളമാണ്. അതിൽ പദശുദ്ധിയുണ്ട്, വാക്യശുദ്ധിയുണ്ട്, പരിഭാഷയുണ്ട്, ഒറ്റപ്പദമുണ്ട്, പര്യായമുണ്ട്, വിപരീത പദമുണ്ട്, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് പ്രിലിംസിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു സമയം ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തുക. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ 4 മണിക്കൂർ പഠിച്ചു, നാളെ ചിലപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കുറച്ച് കുറഞ്ഞു പോകാം. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു സമയം പിടിച്ചു നിർത്താൻ നോക്കുക. ഇന്നൊരു 4 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഡെയിലി ഒരു റുട്ടീൻ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 4 മണിക്കൂർ നിങ്ങൾക്ക് എല്ലാ ദിവസവും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷയും സമർപ്പിച്ച് കഴിഞ്ഞു. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം. കാരണം നമ്മൾ എന്തായാലും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോലി നമുക്ക് അത്ര ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കില്ലേ കൊടുക്കുക. വെറുതെ ഇപ്പോൾ ആരും എന്താ ശരി ഞാൻ ഡിഗ്രി കഴിഞ്ഞതാ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് വന്ന് അങ്ങനെ അപേക്ഷിക്കില്ലല്ലോ. നമുക്ക് എന്തായാലും ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ആലോചിച്ചിട്ടാണ് ഇപ്പോഴേ എന്ത് ചെയ്യുക, ആ ഒരു ഊർജ്ജം ഉൾക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ജൂൺ 10-ാം തീയതി മിൻറ്റ് ഇതിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. SBCIDയുടെ മാത്രമായിട്ടുള്ളൊരു ബാച്ച്. അപ്പോൾ ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LJ002 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഡിഡക്ഷനോട് കൂടി തന്നെ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ട്. അപ്പം മിസ്സിനോട് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പഠിക്കാം. കൂടാതെയോ PYQs ഉണ്ട്, ടെസ്റ്റ് ഓഫ് സീരീസ് ഉണ്ട്. അതുകൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, മെൻറ്റർഷിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, തയ്യാറെടുത്ത് തുടങ്ങുക. ഒരു ദിവസം നമ്മൾ വൈകും തോറും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ മത്സരിക്കുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സമയം അവരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി സമയത്തെ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് സമയത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ, ഇല്ല. സമയത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൂവ് ഓൺ ചെയ്ത് പോകണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഈ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.